അസ്സലാമു അലൈക്കും. നാളെ നടക്കുന്ന 6ാം ക്ലാസ്സിലെ താരീഖിന്റെ മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് യോജിപ്പിക്കാം. ക്രിസ്താബ്ദം 584 ജനിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഹുജ്റത്ത് ശരീഫയിലാണ്. 3 ജുമാദുൽ ഉഖർ 22 സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായി. 4 സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ. 5 അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. 6 ഖലീഫ പ്രതിനിധി. 7 ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം സഹനമാണ്. 2 കാര്യങ്ങൾ എഴുതുക. 1 സിദ്ദീഖ് റളിയല്ലാഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ഖുതൈല ബിൻതു അബ്ദുൽ ഉസ്സ. 2 അബൂ റൂമാൻ ബിൻത് ആമിർ. കള്ള പ്രവാചകന്മാർ. 1 മുസൈലമത്തുൽ കദ്ദാബ്, അസ്വദ് അൽ അൻസി, തുലൈഹത്തുൽ ബിൻ ഖുവൈലിദ് അസ്ദി, സജാൻ. ഇനി അബൂബക്കർ റളിയല്ലാഹുവിന്റെ വസിയത്തുകൾ. ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എന്റെ മയ്യിത്ത് കുളിപ്പിക്കുക, എന്നെ നിമിത്തങ്ങളുടെ അടുത്ത് മറവ് ചെയ്യുക, ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ 6000 വെള്ളിക്ക് പകരമായി എന്റെ ഈത്തപ്പനത്തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകണം. പിന്നെ നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണവും പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കണം. 4 ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ. സയ്യിദന നൂഹ് അലൈഹിസ്സലാം, സയ്യിദന ഇബ്രാഹിം, സയ്യിദന മൂസ, സയ്യിദന ഈസ, സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പെൺമക്കൾ പ്രധാനികൾ. ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ. പൂർത്തിയാക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രായം 63. അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബി. ഉമർ റളിയല്ലാഹുവിന്റെ മാതാവിന്റെ പേര് ഹന്തമ. 4 ഖുറൈശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു ഉമർ റളിയല്ലാഹു, ഹംസ റളിയല്ലാഹു അൻഹു. അവർ ഇരുവരും അഥവാ ഉമർ റളിയല്ലാഹു, ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ. 4 ഉത്തരം എഴുതാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം. അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. 2 ഖുലഫാഉർ റാഷിദീൻ ഭരണകാലം ഏത് മുതൽ ഏതുവരെയാണ്? ഹിജ്റ 11 മുതൽ 40 വരെ. 3 അധികാരം ഏറ്റു ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തത് എന്തായിരുന്നു? ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. 4 ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നായിരുന്നു? നബുവത്തിന്റെ 6ാം വർഷം. 5 ഉമർ റളിയല്ലാഹുവിനെ പ്രശംസിച്ചു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഖത്താബിന്റെ മകനെ, താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും. ഖത്താബിന്റെ മകനെ, താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ശൈത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും. 5 പൂരിപ്പിക്കാം. വലിയ ശക്തനും ബുദ്ധിമാനും തന്ത്രജ്ഞനുമായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ മോഡലിലാണ് നാളെ പരീക്ഷ ഉണ്ടാവുക. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.